റോഷി, നമ്മൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ രാധാകൃഷ്ണൻ MP-യുടെ വാഹനം പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. രാധാകൃഷ്ണൻ MP വാഹനത്തിലുണ്ടോ എന്ന് നമുക്ക് നിശ്ചയമില്ല. എന്തായാലും MP-യുടെ വാഹനം ഇപ്പോൾ പോലീസുകാരും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിക്കുന്നുണ്ട്. ഡോറ് തുറന്ന് തന്നെ പരിശോധിക്കുന്നുണ്ട്. MP ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. MP ആ വാഹനത്തിലില്ലായിരുന്നിട്ടും MP-യുടെ വാഹനം ഇപ്പോൾ ഉദ്യോഗസ്ഥർ അതിൻ്റെ ഡിക്കി അടക്കം തുറന്ന് പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ അതുവഴി കടന്നു വരുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിച്ചാണ് കടത്തിവിടുന്നത് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അനുചിതമായി പെരുമാറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും ഉദ്യോഗസ്ഥർ പറയുന്നതൊന്നും നമ്മുടെ പ്രതികരണത്തിൽ അർജുൻ കല്യാട് ഇപ്പോൾ നമ്മൾ കാണിച്ച ഒരു ദൃശ്യം ഇതാണ്. കെ രാധാകൃഷ്ണൻ MP-യുടെ വാഹനം എന്ന് തോന്നുന്നു. കെ രാധാകൃഷ്ണൻ MP-യുടെ അതോടൊപ്പം തന്നെ മറ്റൊരു MP-യുടെ വാഹനവും അതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അർജുൻ കല്യാട്, ഈ പരിശോധനകളൊക്കെ ഇപ്പോൾ നടക്കുന്നതാണോ? ഡോക്ടർ അരുൺകുമാർ, അല്പസമയം മുൻപാണ് കെ രാധാകൃഷ്ണൻ MP-യുടെ വാഹനം ഇതുവഴി കടന്നുപോയത്. ആ സമയത്ത് ഉദ്യോഗസ്ഥർ ഈ വാഹനം തടഞ്ഞു നിർത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ MP ആ വാഹനത്തിലുണ്ടായിരുന്നില്ല. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അത് കെ രാധാകൃഷ്ണൻ MP-യുടെ വാഹനമാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. അതിനു മുൻപ് തന്നെ അബ്ദുൾ വഹാബ് MP-യുടെ വാഹനവും അതുപോലെ തന്നെ കടന്നുപോയിരുന്നു. ആ വാഹനവും പരിശോധിച്ചിരുന്നു. AP അനിൽകുമാർ MLA-യുടെ വാഹനം ഇതുവഴി കടന്നുപോയി, അത് പരിശോധിച്ചിരുന്നു. M ലിജു കോൺഗ്രസ് നേതാവിൻ്റെ വാഹനം ഇതുവഴി കടന്നു പോകുമ്പോൾ ആ വാഹനവും പരിശോധിച്ചിരുന്നു. അങ്ങനെ പരിശോധനകൾ തുടർച്ചയായ രീതിയിൽ നടക്കുന്നുണ്ട്. ഈ വിവാദം വന്നതോടുകൂടി തന്നെ പരിശോധന കുറച്ചുകൂടി ഊർജിതമായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ, അതായത് കടന്നു പോകുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും നിർത്തി തന്നെ പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ സംശയം തോന്നി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഇടവിട്ടുള്ള പരിശോധനയൊക്കെയാണ് നടന്നിരുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും പരിശോധന എല്ലാ വാഹനങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം. എന്തായാലും ഈ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ AP അനിൽകുമാർ ഉൾപ്പെടെ അല്പസമയം മുമ്പ് പ്രതികരിച്ചത് ഇതുവഴി കടന്നു പോയപ്പോൾ ആദ്യമായാണ് തൻ്റെ വാഹനം ഇത്തരത്തിൽ പരിശോധിക്കുന്നത്. ഇതിനു മുൻപ് കടന്നു പോയപ്പോൾ പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതാണ് AP അനിൽകുമാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് നേതാവ് ലിജുവും അത് തന്നെയാണ് പറഞ്ഞത്. ആദ്യമായാണ് തൻ്റെ വാഹനവും പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള ഈ സംഭവം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 10 മണി മുതൽ ഇന്ന് പുലർച്ചെ 6 മണി വരെയായിരുന്നു ഈ സംഭവത്തിന് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചിരുന്നത്. ആ ഉദ്യോഗസ്ഥരാണ് ഇനി അതിനകത്തൊരു വിശദീകരണം നൽകേണ്ടത്.